ഹോസ്റ്റലിൽ കൊണ്ട് നല്ലൊരു മാങ്ങാച്ചാറ് ഉണ്ടാക്കാം. അതിന് ഫസ്റ്റ് തന്നെ മാങ്ങ ഇതുപോലെ അരിഞ്ഞ് ഉപ്പെല്ലാം പുരട്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ നല്ലെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൽ ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കത് മൊരിയിച്ചെടുക്കാം. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്ന് കാണും ഇതുപോലെ. ഇനി തീ ഓഫാക്കിയിട്ട് നമുക്കതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രം നമുക്ക് ബേസിക്കായിട്ടുള്ള പൊടികൾ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് തന്നെ വരെ വെയിറ്റ് ചെയ്യാം. ഈ അച്ചാർ എനിക്ക് അമ്മൂമ്മ ഉണ്ടാക്കി തന്നെ അച്ചാറാണ് ഹോസ്റ്റലിൽ കൊണ്ടായിട്ട്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാറെല്ലാം തീർന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇനി അതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മാങ്ങയിൽ നിന്ന് വെള്ളം നന്നായി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റിയിട്ട് ബാക്കി ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങളത് കുറച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ച്. പിന്നെ മുളക് പൊടി പോരാന്ന് വന്നപ്പോഴത്തേക്കും എണ്ണയിൽ പച്ചമണം മാറണ വരെ മുളകൊന്ന് ചാലിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ പച്ചമാങ്ങയോടൊപ്പം തന്നെ ചെനച്ച മാങ്ങയും കൂടി ഉണ്ട് കേട്ടോ. സെയിം പാത്രത്തിൽ ഇനി നമുക്ക് വിനാഗിരി ഒന്ന് തിളപ്പിച്ചിട്ട് അതും കൂടി നമുക്ക് ഈ അച്ചാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈസി ആയിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഡു ചെക്ക് ദിസ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.